ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാർഡ്ബോർഡ് ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീയും പേപ്പർ ഉപയോഗിച്ച് അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസുമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മൾ കാർഡ്ബോർഡ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ആദ്യം എടുക്കുന്ന കാർഡ്ബോർഡിൻ്റെ നീളം ഞാൻ എടുത്തിട്ടുള്ളത് 62 സെൻറ്റിമീറ്ററും അതുപോലെ 7 സെൻറ്റിമീറ്റർ വീതിയുള്ള കാർഡ്ബോർഡാണ്. അടുത്തത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ച് ചെറുത് വേണം എടുക്കാനായിട്ട്. നീളം കുറച്ച് കുറവെടുക്കണം, പക്ഷേ വീതി 7 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം. ഇനി അടുത്തത് ഇതിനേക്കാളും കുറച്ച് ചെറുത്. ഇതേപോലെ വലുതീന്ന് ചെറുതിലേക്ക് ഇങ്ങനെ പോണ രീതിയിൽ നമ്മൾ കാർഡ്ബോർഡ്സ് കട്ട് ചെയ്ത് എടുക്കുക. എല്ലാത്തിൻ്റെയും വീതി 7 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഞാനിവിടെ 25 കാർഡ്ബോർഡ്സാണ് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ കാർഡ്ബോർഡ്സ് കട്ട് ചെയ്തെടുക്കാം, ഒരു കുഴപ്പമില്ല, എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം. കൂടുതൽ കാർഡ്ബോർഡ്സ് എടുത്താൽ ഭംഗി കൂടെയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡ്. ഇത് ഏറ്റവും ചെറുത്. ഇനി നമുക്കിതുപോലെ ഒരു സ്റ്റിക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു വടി എടുക്കാതല്ല എന്നുണ്ടെങ്കിൽ പൈപ്പ് എടുത്താൽ മതി. വെയിറ്റ് കുറഞ്ഞ എന്തെങ്കിലും എടുക്കാം കേട്ടോ. ഇതിൻ്റെ നീളം നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിയ ഒരു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെങ്കിൽ വലിയ സ്റ്റിക്ക് എടുക്കണം. ഇനി ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡ്സ് നമുക്ക് ആവശ്യമുണ്ട്. 4 വീതമുള്ള 3 സെറ്റ്, അതായത് മൊത്തത്തിൽ 12 ട്രയാങ്കിൾസ് ആണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ 4 ഓരോ സെറ്റ് ഉണ്ടല്ലോ, അതിലത്തെ ഓരോന്നും തമ്മിൽ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഈ 4 തമ്മിൽ ചേർത്ത് വെച്ച് ഒരു സെറ്റാക്കി നമുക്ക് ഒട്ടിച്ച് എടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, സ്റ്റിക്കിൻ്റെ ചുറ്റും ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് സൈസിൽ ഇതേപോലെ ചുറ്റി വെച്ചിട്ട് നമ്മളത് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങോട്ടോ ഈസി ആയിട്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ലേ ട്രയാങ്കിൾസ്, അത് ഇതിൻ്റെ ഒരു ബേസായിട്ട് ഒരു സ്റ്റാൻഡ് പോലെ ഞാനിതിൻ്റെ ചുറ്റും 3 ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് വീഴാതെ തറയിൽ ഇങ്ങനെ നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളുടെ കാർഡ്ബോർഡിൻ്റെ എല്ലാത്തിൻ്റെയും നടുക്കിലായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കത്തി യൂസ് ചെയ്ത് പ്ലസ് പോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതും. നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ നടുക്കിൽ കട്ട് ചെയ്ത് എടുക്കാം, പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പ്ലസ് പോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് വിരൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ഹോളിട്ട് കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ എല്ലാ കാർഡ്ബോർഡിൻ്റെയും നടുക്കിൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളുടെ ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മേൽഭാഗത്ത് കൂടെ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ കാർഡ്ബോർഡ് താഴേക്ക് ഇങ്ങനെ ഇതുപോലെ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. ഏറ്റവും താഴേക്ക് ഇറക്കി വയ്ക്കുക. താഴത്ത് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മളിത് താഴേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണ്. അങ്ങനെ എല്ലാ കാർഡ്ബോർഡ്സും ഞാൻ ഈ സ്റ്റിക്കിൽ കൂടെ ഇതുപോലെ താഴേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി ഓരോന്നും നമ്മൾ ഇതേപോലെ ഇങ്ങനെ തിരിച്ച് റൗണ്ട് പോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ കൂടുതൽ കാർഡ്ബോർഡ്സ് നമ്മളിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഭംഗി ഉണ്ടാവുകയാണ് ചെയ്യുക. ഇതേ രീതിയിൽ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ തിരിച്ച് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കാർഡ്ബോർഡിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റത്ത് നമ്മൾ സാറ്റിൻ റിബൺ ഇതേപോലെ കെട്ടിയിട്ട്, റെഡും ഗ്രീനും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, വൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഓരോ കാർഡ്ബോർഡിൻ്റെയും 2 സൈഡിലായിട്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതെല്ലാം ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലത്തെ സ്റ്റാർസൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഞാൻ ഏഞ്ചൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലൊരു റൗണ്ട് ഷേപ്പിൽ വരച്ചു. എന്നിട്ട് അതിൻ്റെ നടുക്കിലായിട്ട് ഒരു കുപ്പിയുടെ അടപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരച്ചു കൊടുക്കുക. കുറച്ച് സ്പേസ് നമ്മൾ വരയ്ക്കാതെ വിടാം. ഈ രീതിയിലാണ് വരച്ചെടുക്കേണ്ടത്. പിന്നെ സ്കെയിൽ വെച്ച് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇതിൽ കാണുന്ന രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. 3 ലൈൻസ് വരയ്ക്കണം. ഇതേ രീതിയിൽ വരച്ച് നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ വരച്ചതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സൈഡിലേക്കൊക്കെ ലൈൻസ് ഇല്ലേ, ആ ലൈൻസൊക്കെ നമ്മൾ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതേപോലെ ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ട് കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇറക്കി വയ്ക്കുക. കറക്റ്റായിട്ട് ഇത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏഞ്ചലിനെ പോലെ ഇത് കിട്ടും.
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചിറകൊക്കെ വിടർത്തി നിൽക്കുന്ന മാലാഖയെ പോലെ ഇല്ലേ കാണാനായിട്ട്. ഇനി ഇതിൻ്റെ ചിറക് ഞാൻ ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിൽ ഞാൻ തിരിച്ച് പിടിച്ച് ഇങ്ങനെ വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, നമുക്ക് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ എണ്ണം നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഒരു നൂല് എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഹാങ് ചെയ്തിടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ക്രിസ്മസ് ട്രീയുടെ പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാനിവിടെ ഒരു റെഡ് കളർ പേപ്പർ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ഡിസൈനിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ കുട്ടികൾ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെയൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. അടുത്തതായിട്ട് ഞാൻ റെഡ് കളർ പേപ്പർ സ്റ്റാറിൻ്റെ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 എണ്ണമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ മടക്കിയ സ്റ്റാറിൻ്റെ സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അടുത്തൊരു സ്റ്റാർ മടക്കി ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ അടുത്ത ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുക. ഈ രീതിയിൽ ഈ 6 എണ്ണവും നമ്മൾ ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ചരട് ഞാൻ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള കുറേ എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പല കളേഴ്സിലുള്ളത്. ഇതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരെണ്ണം കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു സംഭവം കണ്ടോ, ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ പല കളേഴ്സിലുള്ളത് അവൈലബിൾ ആണ്. ഗോൾഡൻ, സിൽവർ, അതുപോലെ എല്ലാ കളേഴ്സിലുള്ളതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപയോഗിച്ച് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കമ്പിയാണ്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനിങ്ങനെ ആക്കിയെടുക്കാം. ഇങ്ങനെ ഞാൻ മടക്കി ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനൊരു പേപ്പർ ഇതുപോലെ കോൺ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മേലേന്ന് ഈ ഒരു സംഭവം ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കമ്പി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ഇത് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ റീത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ 2 എണ്ണം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിരിച്ച് വെച്ച് കൊടുക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ പിരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് ഇടുന്നില്ല, അതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ഈ രീതിയിൽ നമ്മൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് സ്റ്റാറിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അവസാനം ഇതിങ്ങനെ റൗണ്ടാക്കി എടുക്കുക. ലാസ്റ്റ് വരുന്നത് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് എന്തെങ്കിലും നിൽക്കണത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒരു ബോ പോലെ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പേപ്പർ യൂസ് ചെയ്ത് ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നടുക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ചുറ്റുമുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ വച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ചുറ്റുമുള്ള എല്ലാ ഭാഗത്തു നിന്നും നടുക്കിലേക്ക് പിടിച്ച് നമ്മൾ ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ബോൾ പോലെ ഇത് കിട്ടും. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും കുറച്ചധികം നമ്മൾ ഉണ്ടാക്കാം. എന്നിട്ട് എല്ലാത്തിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ പാകത്തിന് നൂലെന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീ കാർഡ്ബോർഡ് വെച്ചിട്ട് ഓരോരോ തട്ടുകൾ ആയിട്ടാണല്ലോ ഉണ്ടാക്കണേ. അപ്പോൾ ഓരോ തട്ടിലും നമുക്കിത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. എത്രത്തോളം നന്നായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണോ അത്രയും ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇപ്പം ഞാനിവിടെ റെഡ് കളർ പേപ്പറിൽ സോക്സ് പോലെ വരച്ചെടുക്കുകയാണ്. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേ രീതിയിൽ നമുക്ക് പല തരത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. സാന്റാക്ലോസിൻ്റെ തൊപ്പി ഉണ്ടാക്കിയെടുക്കാം, അതേപോലെ സാന്റാക്ലോസിൻ്റെ ഫേസ് ഉണ്ടാക്കിയെടുക്കാം, ക്രിസ്മസ് ട്രീ, അങ്ങനെ പലതരത്തിൽ നമുക്ക് പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളുണ്ടാക്കിയ എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇതേപോലെയാണുള്ളത്. കുറേയൊക്കെ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്, കുറേയൊക്കെ കാർഡ്ബോർഡ്സിൻ്റെ ഓരോ തട്ടുകളിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണേന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്